ഡോക്ടർ രമ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കേ. അല്ല, ശരി. ശരിയായോ? ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം, തുടങ്ങിക്കോളൂ കേട്ടോ. സർവദേവത അതീതന സ്വരൂപമായ സായി ഭഗവാന്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എല്ലാവർക്കും സായിറാം. രാമൻ രാജകുമാരനും തത്വവും എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. രാമനാമം വേദങ്ങളുടെ സാരമാണ്. രാമകഥ പരിശുദ്ധവും പ്രബലവുമായി പാൽക്കടലാണ്. ഓരോ ഭാഷയും മഹാഭാഗ്യം കൊണ്ട് പൈതൃക അവകാശം വഴി സിദ്ധിച്ച ഏറ്റവും മഹത്തായ നിധിയാണിത്. ഹിന്ദുക്കളുടെ രക്ഷാദേവതയാണ് രാമൻ. രാമകഥ പീയൂഷം നുകർന്നിട്ടില്ലാത്ത ഒരൊറ്റ ഭാരതീയനും ഉണ്ടായിട്ടില്ല. ശ്രീരാമന്റെ അവതാര കഥയായ രാമായണം പണ്ഡിതനും പാമരനും കോടീശ്വരനും നിസ്വനും എന്നു വേണ്ട ഏതു തരത്തിൽപ്പെട്ടവരും ഭക്തിപൂർവം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഗ്രന്ഥമാകുന്നു. രാമായണത്തിൽ പ്രകീർത്തിതമായ നാമം എല്ലാ തിന്മകളെയും കഴുകിക്കളയും. നാമം പ്രതിനിധീകരിക്കുന്ന രൂപം അത് പ്രകടമാക്കുന്നു. നാമത്തെ പോലെ തന്നെ ആകർഷകമാണ് രൂപവും. ഭൂമിയിലെ ജലത്തിനെല്ലാം ഉറവിടം കടലാണെന്നതുപോലെ എല്ലാ ജീവികളും രാമനിൽ നിന്ന് ഉദ്ഭവിച്ചവയാണ്. നീലവർണ്ണമായ സമുദ്രത്തിനും സർവശക്തനായ ഈശ്വരനും പരസ്പരം പൊതുവെ ചില സാദൃശ്യങ്ങളുണ്ട്. പുരാണങ്ങളും ഐതിഹ്യങ്ങളും പ്രഖ്യാപിക്കുന്നത് പോലെ സമുദ്രം സർവശക്തന്റെ നിവാസ സ്ഥാനമാണ്. ഭഗവാൻ പാൽക്കടലിൽ പള്ളിക്കൊള്ളുന്നു എന്ന് അവ വർണ്ണിക്കുന്നു. പ്രചേതസിന്റെ പുത്രനും രാമായണ കാവ്യത്തിന്റെ കർത്താവുമായ ആദികവി വാൽമീകി ആ കാവ്യത്തിൽ കാണ്ഡ വിഭജനം നടത്തിയതിന്റെ പിന്നിൽ ഇതാണ് കാരണം. രാമകഥാസരിത്ത് വളരെ വളവും തിരിവും കടന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും കരുണരസത്തിന്റെ മാധുര്യം ആ കാവ്യത്തിൽ ഉടനീളം ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. രാമൻ ജനിച്ചതും ഭരിച്ചതുമായ അയോധ്യ നഗരത്തിനടുത്തുകൂടി നിശബ്ദമായി പ്രവഹിക്കുന്ന സരയൂ നദി പോലെയാണ് രാമകഥയിലെ അമൃതം, അതായത് രാമകഥാമൃതം. സരയൂ ഹിമാലയത്തിലെ മാനസ സരോവരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ ഈ കഥയും മാനസ സരോവരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. രാമസരിത് കരുണാരസം കൊണ്ടുള്ളതും ലക്ഷ്മണ സരിത് ഭക്തി മാധുര്യം കൊണ്ടുള്ളതുമാണ്. വ്യക്തിയുടെ പരിശ്രമം കാര്യസാധ്യത്തിന് ആവശ്യമുള്ള പ്രയത്നത്തിന്റെ പകുതി മാത്രമേ ആവുന്നുള്ളൂ. മറ്റേ പകുതി ഈശ്വര കാരുണ്യത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. സ്വന്തം പരിശ്രമം കൊണ്ടും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടുമാണ് മനുഷ്യൻ സ്വയം സാഫല്യം അടയേണ്ടത്. ഈ സഫലീകരണം അവനെ ദ്വൈതങ്ങളുടെ തമോമയമായ സമുദ്രം
ഈശ്വരൻ സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമാണ്. മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ള അവിടുന്ന് ഉച്ചരിക്കുന്ന പദങ്ങൾ, ഭൂമിയിലെ ജീവിതകാലത്ത് അവിടുന്ന് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇവ ഗഹനമാണ്, അസാധാരണമായ വിധം അർത്ഥവത്തുമാണ്. അവിടുത്തെ സന്ദേശത്തിന്റെ അമൂല്യമായ ജലധാരകൾ മനുഷ്യ സമുദായത്തിൽ മോക്ഷമാർഗം എളുപ്പമാക്കുന്നു. ചരിത്ര പഠനം സ്വജീവിതത്തെ സമ്പുഷ്ടമാക്കുകയും അത് അർത്ഥവത്തും പ്രയോജനപ്രദവുമാക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ഭക്തിയുടെയും ശ്രദ്ധയുടെയും കണ്ണട ധരിച്ചാൽ അനശ്വരമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധമായ ജ്ഞാനം നേടാൻ സാധിക്കുന്നു. രാമഫലത്തിന്റെ കരുണരസം ആസ്വദിക്കാൻ ശ്രമിക്കുന്നവർ അതിന്റെ കേന്ദ്ര ബിന്ദുവായ വിവരണങ്ങളിൽ ദത്രസത്ര ആയിരിക്കണം. അതാണ് ശ്രവണത്തിന്റെ അത്യുത്തമമായ രൂപം. മഹർഷിമാരും പുണ്യാത്മാക്കളായ ജ്ഞാനികളും അവർ മനസ്സിലാക്കിയ സത്യം, പുണ്യകരമായ അനുഭവങ്ങൾ, അവർ ചെയ്ത മഹത്തായ പ്രവൃത്തികൾ, അവർക്ക് ലഭിച്ച ഈശ്വര കാരുണ്യം എന്നിവ സഹജീവികളുമായി പങ്കുവയ്ക്കാൻ വളരെ ഉത്സുകരാണ്. ആ ഋഷികൾ രാജാക്കന്മാരുടെ മനസ്സിൽ ഉന്നതമായ മാതൃകകൾ ജനിപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വം രാജാവിൽ കൂടി നടപ്പിലാക്കാൻ അവരുമായി ഒന്നിച്ച് ജീവിക്കുന്നു. ഈശ്വരൻ അവതരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടറിയാൻ കഴിവുള്ള ഋഷിമാർ അവതാരത്തെ ദർശിക്കാനും ആനന്ദിക്കാനുമായി രാജാക്കന്മാരുടെ സദസ്സിൽ കാലേ കൂട്ടി പ്രവേശനം നേടുന്നു. ഈ മഹനീയ പരമ്പരയിൽപ്പെട്ടവരാണ് വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗർഗൻ, അഗസ്ത്യർ തുടങ്ങിയ മഹർഷീശ്വരന്മാർ. ജനങ്ങൾക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വസതിക്കോ ആരോഗ്യത്തിനോ യാതൊരു ഞെരുക്കവും അക്കാലത്തുണ്ടായിരുന്നില്ല. എല്ലാ ദിവസങ്ങളും ഉത്സവ ദിവസങ്ങളായിരുന്നു. പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാക്കുകയാണ് തന്റെ ഏറ്റവും പവിത്രമായ ധർമ്മമെന്ന് ഭരണാധികാരികൾ വിശ്വസിച്ചു. രാമായണമോ അതുപോലുള്ള ദിവ്യ ഗ്രന്ഥങ്ങളോ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധ ഈശ്വരന്റെ മഹത്വത്തിലും അവിടുത്തെ ശുദ്ധ തത്വത്തിലുമാണ് പതിപ്പിക്കേണ്ടത്. ആ ഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമായി കാണുന്ന സത്യം, ഋജു സ്വഭാവം എന്നിവയിലും ആ ഗുണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടതാണ്. ധർമ്മോദ്ധാരണത്തിനായി ഈശ്വരൻ സാകാരനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനുഷ്യരുടെ രീതിയിലാണ് അവിടുന്ന് പെരുമാറുക. അവയിൽ ഓരോന്നും തന്നെ സൗന്ദര്യം, സത്യം, നന്മ, ആനന്ദം, ഔത്കൃഷ്ട്യം ഇവയുടെ പ്രകാശമായിരിക്കും. അതിൻ്റെ ചാരുത കൊണ്ട് ചിന്തിക്കുന്ന മനസ്സിനെ പവിത്രീകരിക്കും. രാമന്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ല, അത് പ്രപഞ്ചത്തിന്റെ കഥയാണ്. രാമായണ കഥ അനാദിയും അനശ്വരവുമായ കാലത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. രാമന്റെ ഇച്ഛയില്ലാതെ വൃക്ഷങ്ങളിൽ നിന്ന് ഒരില പോലും ഒഴിഞ്ഞു വീഴുകയില്ല. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ പഞ്ചഭൂതങ്ങൾ അവിടുത്തെ ആജ്ഞകൾക്കനുസരിച്ചിട്ടാണ് പെരുമാറുന്നത്. ആകർഷിക്കുന്ന തത്വമാണ് രാമൻ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും കാരണമാകുന്നത് അവയാണ്. ഇതാണ് രാമതത്വം. രാമനില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന സിദ്ധാന്തം ഇങ്ങനെയാണ് ഉടലെടുത്തത്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് സായിറാം.
അനുഭവം പറഞ്ഞോളൂ കേട്ടോ. എല്ലാവർക്കും സൈറാം. ഞാൻ പ്രേമലത ഇത് ഓഫ് ചെയ്യോ, വീഡിയോ ഓഫ് ചെയ്യോ. 1983 ഞാൻ ആദ്യമായിട്ട് പുട്ടപ്പർത്തി പോയി ഭഗവാന്റെ ദർശനം കിട്ടുന്നത്. അതിനു മുമ്പ് ഞാൻ കുഞ്ഞിലെ മുതൽ തന്നെ ചിന്മയാൻ മിഷൻ വഴിയാണ് അച്ഛൻ എന്നെ വളർത്തിയത്. അച്ഛൻ ചിന്മയാൻ സ്വാമിയുടെ വളരെ അടുത്ത ശിഷ്യനായിരുന്നു. ചിന്മയാൻ മിഷനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. മെഡിറ്റേഷനും ഓരോ മന്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച, ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ച ഞങ്ങളെ വളർത്തിയത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ. അങ്ങനെ അന്നും അവിടെ എനിക്ക് തോന്നുന്നു ഒരു തരം മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ചിന്മയാൻ മിഷനും സായിബാബയുടെ അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. അതിങ്ങനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആ ചെറിയ പ്രായം കഴിഞ്ഞു. എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്കൊരു മകളായി. എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങള് പുട്ടപർത്തിയിൽ പോകുന്നതായിരുന്നു. എല്ലാ സർവീസിങ്ങിനും ഒക്കെ പോകുന്നതായിരുന്നു എൻ്റെ അപ്പച്ചി. അപ്പോ അപ്പച്ചി ഒരിക്കൽ പുട്ടപർത്തി പോകുന്നു. അവരുടെ അപ്പച്ചിയുടെ മകളുണ്ട്, 2-3 അടുത്ത ബന്ധുക്കളുണ്ട്. അപ്പോ നീ വരുന്ന മോളെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, തീർച്ചയായിട്ടും വരാം. അങ്ങനെ ഞാൻ എൻ്റെ 3 വയസ്സുള്ള മോളെയും കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. എനിക്ക് കൂടുതലായിട്ട് സ്വാമിയെ പറ്റി ഒന്നും അറിയില്ല അപ്പോ. പക്ഷെ സ്വാമിയെ ഒന്ന് കാണണം, ദർശനം കിട്ടണം, സ്വാമിയുടെ അനുഗ്രഹം കിട്ടണം, ഇതൊക്കെ വിചാരിച്ചാ പോകുന്നത്. അവിടെ എത്തി 1983 ഓർക്കണം. എത്രയോ 10-40 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ അന്ന് ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും അല്ല. അവിടെ ഡോമിറ്ററിയിലാണ് താമസിക്കുന്നത്. അന്ന് ക്യാൻറ്റീൻ അവിടെ ഉണ്ട്, ഡോമിറ്ററി ഉണ്ട്, ഭഗവാന്റെ വസതി ഉണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു കെട്ടിടങ്ങളോ സമുച്ചയങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. പക്ഷെ അവിടെ നല്ല തിരക്കാണ്. ഞാൻ ഇതെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ട് നോക്കുക, ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ, എല്ലാം പുതുതായിട്ട് കാണുന്ന പോലെയാണ്. അങ്ങനെയൊക്കെ നോക്കി എൻ്റെ പിറ്റേ ദിവസം ഒരു ശിവരാത്രി സമയത്താണ് പോകുന്നത്. അപ്പം ഒരാഴ്ചത്തെ പ്ലാനാണ്. ഒരാഴ്ച മുമ്പാണ് അവിടെ എത്തുന്നത്. ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചിങ്ങ് വരണം. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. പിറ്റത്തെ ട്രെയിനിന് തിരിച്ച് നാട്ടിലേക്ക് വരണം. ആലപ്പുഴയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആലപ്പുഴയുള്ളത്. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്താണ്, അന്ന് ആലപ്പുഴ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാഴ്ച മുമ്പേ അവിടെ എത്തിയതാണ്. അപ്പോ പിറ്റേ ദിവസം എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ക്യാൻറ്റീനും സൗകര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പം എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു. 3 വയസ്സേ ഉള്ളൂ. ഒന്നും അതിന് പറയാനറിയില്ല, ഒന്നും അതിന് ഇതായിട്ട് വളരെ വളരെ ഇതായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവിടെ മുഴുവൻ ഒരു അരമണിക്കൂറോളം. കാരണം എവിടെ തപ്പാനാണ്, ഒന്നും മനസ്സിലാവില്ല. എവിടെയാ, ആരൊക്കെ, എത്രയും തിരക്കാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാനങ്ങ് ഈശ്വരൻ തന്നെ വിളിച്ചു, എന്തുവായാലും. കാരണം എനിക്ക് സ്വാമി എന്ന് പറയുന്ന അങ്ങനെ വിളിക്കാനൊരു അവസ്ഥ അല്ല, അത്ര ഒരു അറ്റാച്ച്മെന്റ് ഭഗവാനോട് ഇല്ലാത്തൊരു, ഞാൻ തുറന്നു പറയുകയാണ്. പക്ഷെ ഈശ്വരനെ അങ്ങ് വിളിക്കുകയാണ്. എങ്ങനെയാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ, ഭഗവാനെ കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയും. അപ്പം ഭഗവാൻ പറയുന്നുണ്ട്, ഏത് നാമത്തിൽ വിളിച്ചാലും അത് എന്നെയാണ് എന്ന് പറയുന്ന പോലെ അതിന്റെ ഒരു ഫലമായിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഈ മോളുടെ കൈയും പിടിച്ചിട്ട്, ഇത്രയും തിരക്കെന്ന് പറഞ്ഞാൽ മനുഷ്യന് അവിടെ തല കൂട്ടിമുട്ടുന്ന പോലെയാണ്. മനുഷ്യൻ നടക്കാൻ സ്ഥലമില്ല, അത്ര തിരക്കാണ്. ഒരാളെ കൈവിട്ട് പോയി കിട്ടില്ല. ഒരു സ്ത്രീ, എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ത്രീയാണ്. ഇത് നിങ്ങളുടെ മകളാണോ എന്ന് ചോദിച്ചിട്ട് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഞാനിങ്ങനെ അന്തം വിട്ട് പോയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ആരാണ് കൊണ്ട് വിട്ടതെന്നോ അല്ലെങ്കിൽ അവരുടെ പേരോ അവരോട് നന്ദി പറയാനോ ഒന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. വേഗം കുഞ്ഞിനെ എടുത്തു, ഉമ്മ വെച്ചു, കെട്ടിപ്പിടിച്ചു. എൻ്റെ കുഞ്ഞെ നീ എവിടെ പോയി, എങ്ങനെ നീ പോയി, അതിനൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. 3 വയസ്സല്ലേ ഉള്ളൂ. അതിന് വഴക്കുറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. എൻ്റെ കൈവിട്ട് പോയി, കൈ ഊർന്നുപോയി, ഞാനും ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. പക്ഷെ ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭഗവാൻ തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നതാണ് എൻ്റെ മകളെ, അല്ലെങ്കിൽ എനിക്കത് കിട്ടത്തില്ല. അതൊന്ന്. പിന്നെ അന്ന് അവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് അന്നറിയാം, ഇന്നത്തെ പോലെ അല്ല. അന്ന് ടോക്കൺ എടുത്ത് ഓരോരുത്തരും ഓരോരോ ക്യൂ ആയിട്ട് നിന്നിട്ട് ഓരോ ലൈൻ അങ്ങനെ ഇരുന്നിട്ടാണ് ഭഗവാന്റെ ദർശനം കിട്ടുക. എന്റെ കൂടെ വന്നവർക്കൊക്കെ പെട്ടെന്ന് ദർശനം കിട്ടി. അവർക്ക് പാദനമസ്കാരം കിട്ടി. അവർക്ക് ഭഗവാൻ നടന്നു പോകും. അത് മണ്ണിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പം മണ്ണിൽ ഇതുണ്ട്. അപ്പം ഭഗവാൻ നടന്നു പോകുന്ന മണ്ണ് വാരി അവര് എടുക്കുന്നു. ഭഗവാന്റെ വിഭൂതി കിട്ടി. പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല. എനിക്ക് മാത്രം, ഞാൻ സെക്കൻഡ് റോയിലൊക്കെ എനിക്ക് കിട്ടി. കൈ എത്തി ഭഗവാനെ
തൊടാനൊക്കെ വേണമെങ്കിൽ എനിക്ക് സാധിക്കും. അതുപോലുള്ള ലെവലിൽ ഞാൻ എത്തിയപ്പോഴും ഭഗവാൻ എൻ്റെ അടുത്തുകൂടെ തന്നെ, എൻ്റെ അടുത്തേക്ക് വരുമ്പം കയ്യെത്തിയപ്പുറം തൊടാത്തത്ര ദൂരത്തിലേക്ക് ഭഗവാൻ മാറി അങ്ങ് പോക്കളയും. ഒരു രക്ഷയില്ല. എൻ്റെ അടുത്തേക്ക് വരികയോ എന്നെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ എനിക്കൊരു പാദനമസ്കാരം തരാനുള്ള ഒരു ചാൻസും എനിക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഭഗവാൻ ഇങ്ങനെ, ഞാൻ എൻ്റെ അടുത്തടുത്തും ഭഗവാൻ വളരെ ദൂരത്തോട്ടങ്ങ് നടന്നു മക്കളെ. ഞാൻ വിചാരിച്ചു ഇതെന്താ ഭഗവാൻ എനിക്ക് മാത്രം കിട്ടാതെ, അവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് അതിൽ കൂടെ വന്നവർക്കൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രമൊന്നുമില്ല. അതുപോലെ ഭഗവാൻ ഭജനയ്ക്ക് ഇരിക്കുമായിരുന്നു. ഭജനയ്ക്ക് ഭഗവാനും വന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തർ വളരെ ആനന്ദത്തോടു കൂടി ഓരോരുത്തരുടെ മുഖത്തൂടെ മാറി 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 നോക്കും. ഭജന ചൊല്ലുന്നവരുടെയൊക്കെ നമ്മളിരിക്കുന്ന എല്ലാ ഭക്തരും അവിടെ ഇരിക്കുകയാണല്ലോ, അവരുടെ ഒക്കെ മുഖത്ത് നോക്കും. പക്ഷെ എൻ്റെ മുഖത്തേക്ക് എത്തുമ്പോഴേക്ക് ഭഗവാൻ വെട്ടിത്തിരിഞ്ഞ് താടിക്ക് കൈയും കൊടുത്ത് വേറെ സൈഡിലേക്ക് വെറുതെ ഇങ്ങനെ ദൂരത്തോട്ട് നോക്കി ഇരിക്കും. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു എന്നെ സംബന്ധിച്ചോളം. എന്തുകൊണ്ട് ഭഗവാൻ ഇന്നത്തെ ഒരു കാലാവസ്ഥയൊന്നും അല്ലെന്ന് ആലോചിക്കണം. 10-40 വർഷം മുൻപാണ്. ഇന്ന് മനുഷ്യർ കാണുന്ന കാഴ്ചപ്പാടിൽ കൂടി പോലും അല്ല. അപ്പോ ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ, ഞാനതാണ് ആലോചിക്കുന്നത്, എനിക്ക് എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് എന്താ, ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അതെനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെ അല്ല, പേപ്പർ നമ്മൾ എഴുതും, ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പലരും ഉണ്ടാവും ആ കാലഘട്ടത്തിലൊക്കെ ഇരുന്നവര്, അവർക്കൊക്കെ മനസ്സിലാവും അത് പെട്ടെന്ന്. അപ്പോ ഒരു വെള്ള പേപ്പറിൽ എഴുതി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എഴുതി സ്വാമി ഓരോരുത്തരുടെയും വന്ന് ആ പേപ്പറൊക്കെ വാങ്ങിച്ചാണ് ഇന്ന് നടന്ന് പോകുന്ന വഴിക്ക് സ്വാമി ഇതെല്ലാം വാങ്ങിച്ചു പോകും. എല്ലാവരോടും പേപ്പർ വാങ്ങിക്കും. പേപ്പർ ലെറ്റർ ചോദിക്കും, ഈ ഒരു ലെറ്റർ എന്നായിരിക്കും. ആ ലെറ്റർ കൊടുക്കും നമ്മളൊരു പേപ്പറിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഒരാഴ്ച എനിക്ക് ഒരു രക്ഷയില്ല, ഒരു കാരണവശാലും എൻ്റെ ഇന്ന് വാങ്ങുന്നില്ല. ഞാൻ എഴുതിയ പേപ്പറൊക്കെ ഞാൻ കൊണ്ടു നടന്ന് അത് മണ്ണും പൊടിയൊക്കെ പിടിച്ച് ഞാൻ മടക്കി കയ്യിരിക്കുന്ന എല്ലാം പൊടി പിടിച്ചു പോയി. പക്ഷെ സ്വീകരിച്ചിട്ടില്ല, എന്നെ വിളിക്കുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നുമില്ലല്ലോ. അപ്പോഴേക്ക് ശിവരാത്രി വന്നു. നമ്മളിപ്പം ഓങ്കാര മന്ദിരം ഉണ്ടല്ലോ, അവിടെയാണ് ശിവരാത്രിയുടെ അന്ന് രാത്രി മുഴുവൻ ഭജന. അപ്പൊ രാത്രി മുഴുവൻ ഭജനയ്ക്ക് ഞാനും പോയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ടീമിന്റെ കൂടെയാണ്. അവിടെ പോയി രാത്രി മുഴുവൻ ഭജനയ്ക്ക് ഇരുന്നു. അപ്പൊ പുരുഷന്മാർ ഒരു ഭാഗം, സ്ത്രീകൾ ഒരു ഭാഗത്ത്, അങ്ങനെയാണ് അന്നത്തെ ഇരിക്കുന്നത്. നടുക്കൂടിയാണ് ഭഗവാൻ നടക്കുക. അങ്ങനെ രണ്ടുപേരുടെ ഇടയ്ക്കായിട്ട് ഒരു നടപ്പാതയുണ്ട്, അതുവഴിയാണ്. അപ്പൊ അതവിടെ ശുദ്ധിസ്വാമിയുടെ വിഗ്രഹമുണ്ട്. അതിൽ ഭസ്മം കുടത്തിനകത്ത് കൈയിട്ട് ഭസ്മം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അഭിഷേകം നടത്തുന്നുണ്ട്. രാത്രി മുഴുവൻ ഭജന ഇരിക്കുന്നിടത്ത് ഭഗവാൻ ഇങ്ങനെ ആൾക്കാരെ ഓരോരുത്തരുമായി ചെയ്ത് അവരോട് ആനന്ദം കാണിച്ച് ഭയങ്കര ആനന്ദം. എന്നെ സംബന്ധിച്ചോളം എന്നെ ഒന്ന് നോക്കൂ, എനിക്കൊരു ഒരു 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 നല്ല മുഖം പോലും എൻ്റെ അടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ കൂടി ഭഗവാൻ നടന്നു വന്നു. അങ്ങനെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു, ഒരു 3-4 പേരുടെ അപ്പുറം കൂടിയാണ് ആ വഴി കിടക്കുന്നത്. എങ്ങനെയും ഒന്ന് എത്തിപ്പിടിച്ച് രണ്ടുപേരെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ അങ്ങ് കൈ വെക്കാം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തന്നെ ആലോചിക്കുമ്പം എനിക്കൊന്നും ഭഗവാനെ തൊട്ടണം, ഒരു ദർശനം, സ്പർശനം, ഭാഷണം, അതാണ് ഭഗവാന്റെ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നാലും ഒന്ന് കിട്ടണം എന്ന് വിചാരിച്ചു. പക്ഷെ എവിടെയാ, ഒരു രക്ഷയില്ല. ആ ഭാഗത്തേക്ക് വന്ന ഭഗവാൻ പെട്ടെന്ന് വെട്ടിത്തിരിച്ചങ്ങ് പോയി. അല്ലെ എനിക്ക് എത്തി കുത്തിയാൽ പോലും ഭഗവാനെ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ആ ദൂരത്തോടെ ഭഗവാൻ അങ്ങ് നടന്നു പോവാണ്. ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു രാത്രി ആ ഭജന മുഴുവൻ അവിടെ ഇരുന്ന്. പക്ഷെ ഭഗവാൻ അവിടെ ഉണ്ട്, പ്രസൻസ് ഉണ്ട്, ഭഗവാൻ കാണുന്നുണ്ട്. എനിക്ക് പക്ഷെ അത് പോരല്ലോ. നമുക്ക് നമ്മുടെ കൂടെ വന്നവർക്കെല്ലാം നമസ്കാരം കിട്ടി, വിഭൂതി കിട്ടി, അവർ ഭഗവാൻ നടന്നുപോയ മണ്ണ് വാരിയെടുക്കുന്നു, എല്ലാവരുടെ സാരി തലപ്പിലൊക്കെ വാരി. പക്ഷെ എനിക്ക് മാത്രം ഒരു നോട്ടമില്ല, എന്നെ ഒന്ന് ഗൗനിച്ചിട്ട് പോലും ഇല്ല. അതാണ് അവസ്ഥ. അപ്പോ പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ്, ബുധനാഴ്ചയാണെന്ന് ശിവരാത്രി. ബുധനാഴ്ച രാത്രി കഴിഞ്ഞു, വ്യാഴാഴ്ചയാണ്. അപ്പോ പിറ്റേ ദിവസം രാവിലെ 7:30 മണിക്ക് സാധാരണ പോലെയുള്ള ദർശനമുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾ ഈ പോരുകയാണ്. ഒരു 12 മണിയുടെ ട്രെയിനാണ് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടത്. അപ്പൊ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഈ ബുധനാഴ്ച രാത്രി ശിവരാത്രിയുടെ കഴിഞ്ഞ് പ്രസാദം എല്ലാവർക്കും തന്നു. അന്നപ്രസാദമായിട്ട് എല്ലാവർക്കും അന്ന് ഒരു ഇലക്കകത്ത് ഒരു പുളിഞ്ചോറ് പോലത്തെ ഒരു സാധനമാണ്, ആന്ധ്രയിലെ ആ ഒരു രീതിയിലുള്ളതാണല്ലോ. അതിങ്ങനെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, എന്റെ ഭഗവാൻ, ഇനി ഞാനിത് കഴിക്കണമെങ്കിൽ, ഈ പ്രസാദം ഞാൻ കഴിക്കണമെങ്കിൽ എനിക്ക് പാദനമസ്കാരം കിട്ടിയിരിക്കണം.
ഭഗവാന്റെ ഒരു ദർശനവും, ഭഗവാൻ നല്ലതായിട്ട് എന്നെ ഒന്ന് നോക്കൂ, എനിക്ക് ഒരു ചിരിയെങ്കിലും എന്നോടൊന്ന് ചിരിച്ചാൽ മതി, ഒരു മന്ദഹാസം എൻ്റെ അടുത്ത് നേരെ കിട്ടിയാൽ മതി, അതുപോലും തന്നില്ലല്ലോ. അപ്പൊ എനിക്കിനി ഇത് ഇല്ലാതെ ഞാൻ ഇനി ഈ സാധനം തൊടത്തില്ല, ഞാൻ ഈ പ്രസാദം കഴിക്കത്തില്ല, ഇവിടുത്തെ വിഭൂതിയും തൊടത്തില്ല, ഞാൻ ഒരു കാര്യം ചെയ്തില്ല. എൻ്റെ അഹങ്കാരമാണ് കേട്ടോ. എനിക്ക് നമ്മുടെ അജ്ഞതയുടെ മൂർത്തിമത് ഭാവമാണ് മനുഷ്യരൊക്കെ, നമുക്കൊന്നും അറിവില്ല. അപ്പൊ അങ്ങനെ ഞാൻ സ്വയം തീരുമാനം എടുത്തു, ഇനി എനിക്ക് ഒരു പാദനമസ്കാരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ തൊടത്തില്ല എന്ന് പറഞ്ഞത്. ഡോമെട്രിയിൽ അത് അങ്ങനെ തന്നെ പൊതിഞ്ഞോണ്ട് പോയി ഡോമെട്രിയിൽ ഒരു ജനലിന്റെ ഒരു അഴിയുടെ ഇടയ്ക്ക് ഞാനത് എടുത്തു വെച്ചു. എന്നിട്ട് ദർശനത്തിന് പോകുന്നവരിൽ ദർശനത്തിന് പോയി. ദർശനത്തിന് ഓരോ കൂപ്പൺ കൊടുത്തോടെ ഭയങ്കര റഫ് ആൻഡ് ടഫാണ് അന്നിരിക്കുന്ന ഈ ഓരോ സേവാദൾ എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ഭയങ്കര റഫാണ് അവരുടെ സ്വഭാവം. ഭഗവാന്റെ തപോവനത്തിൽ പറയുന്നുണ്ടല്ലോ, എനിക്കും അവരെ ഭയമാ എന്ന് സ്വാമി പറയുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ടല്ലോ. ഒരാളെ പറ്റി പരാതി പറയുമ്പോൾ എനിക്കും അവരെ ഭയമാ എന്ന് സ്വാമി പറഞ്ഞ ഭയങ്കര കൂട്ടച്ചിരി എന്ന്. അതേപോലെ അന്നിരിക്കുന്ന പലരും ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരുന്നു. പക്ഷെ നമുക്ക് അനുസരിച്ചേ പറ്റൂ, അതിന്റെ നിയമമാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ 1ഉം 2ഉം ടോക്കണൊക്കെ. പക്ഷെ എനിക്ക് കിട്ടിയ ടോക്കൺ എത്രയെന്നറിയോ? 21ാമത്തെ ടോക്കണാണ്. 21ാമത്തെ ലൈനിലാണ് എനിക്ക് ഇരിക്കാനാണ്. നമ്മുടെ ഭാഗ്യക്കേടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ മാത്രമേ ഒരു ലൈൻ ഇങ്ങനെ ഫോം ചെയ്യും. ആ ലൈനിൽ ആദ്യം നിൽക്കുന്നവരുടെ കയ്യിൽ കിട്ടുന്ന ടോക്കൺ എത്രയാണോ ആ ലൈനിലാണ് നമ്മൾ പോയി ഇരുന്നോണം. അന്നത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ 21ാമത്തെ ടോക്കൺ കിട്ടി എനിക്ക്. ആ 21. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തൊരു രക്ഷയില്ല. അന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ മുഷിഞ്ഞ നാറിയ ആ കടലാസിന് പകരം അത് മാറ്റിയിട്ടേച്ച് ഞാൻ വേറൊരു പുതിയ വെള്ള പേപ്പർ എടുത്ത് അതിനകത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി. ഇതൊക്കെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അതൊക്കെ എഴുതി ഞാൻ ഭഗവാന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കും. കാരണം ഭഗവാൻ അതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി. പക്ഷെ 21ാമത്തെ ടോക്കൺ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരു കാര്യമില്ല. എൻ്റെ മോൾ എന്ത് ചെയ്തു? ഈ ഞാൻ മുഷിഞ്ഞ് മൂലക്കിട്ടിരുന്ന ആ പേപ്പർ എൻ്റെ കൊച്ചുകുട്ടി 3 വയസ്സുള്ള മോൾ അവിടെ എടുത്ത് കൈ വെച്ചിരിക്കുകയാണ്. അത് അവൾ പിടിച്ചിട്ട്, കാരണം എല്ലാം കൈ പിടിക്കുമ്പോൾ അവളുടെ കൈ മാത്രം ഒന്നുമില്ല, അവളും അതെടുത്ത് കൈ പിടിച്ചു. അങ്ങനെ എല്ലാവരും ഈ 21ാമത് എനിക്ക് യാതൊരു ദൂരം, ഞാൻ വെറുതെ ഒരു നിസ്സംഗ അവസ്ഥയിലാണ്, ഒരു നിർവികാര അവസ്ഥ. ഞാനിങ്ങനെ ഇരിക്കുക. അപ്പൊ അടുത്തിരിക്കുന്നവർ അടുത്തിരിക്കുന്നത് ബാബാ 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 എന്നൊക്കെ അടുത്തിരിക്കുന്നവർ വിളിക്കുന്നുണ്ട്, സ്വാമിയെ വിളിക്കുന്നുണ്ട്. ഓരോരുത്തരും പല നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന പലരാണ് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ എൻ്റെ മോള് പാപ്പാ പാപ്പാ പാപ്പ, അത് പറയാൻ അത്രേ അറിയുള്ളൂ, അത് പാപ്പാ പാപ്പാ പാപ്പ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. സ്വാമി വന്നു ദർശനത്തിന്. ഇങ്ങനെ എല്ലാവരുടെയും എല്ലാം ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അതിന്റെ സൈഡിൽ കൂടെയാണല്ലോ ഭഗവാൻ വരും. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്ക് ഒരു ഭയങ്കര സംഭവം നടന്നു. ഭഗവാൻ എൻ്റെ നേരെ വന്നപ്പോ എന്നെ ഇങ്ങനെ അങ്ങ് നോക്കി. ഞാനിങ്ങനെ ഒരു നിർവികാരതയിൽ ഇരിക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എനിക്കൊരു ചിരി പോലും തന്നിട്ടില്ല, എനിക്കൊരു മന്ദഹാസം തന്നാൽ മതിയായിരുന്നു, അതുപോലും ഇല്ല. എന്നെ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല. എന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം? ഞാൻ 21ാമത്തെ റോയിൽ ഇരിക്കുക, എനിക്കൊന്ന് തൊടാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ വെച്ച് ഞാൻ വെറുതെ ഇങ്ങനെ നിസ്സംഗയായിട്ട് ഇരിക്കുക. അപ്പൊ ഭഗവാൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് എന്നെ മുഖത്തോട്ട് നോക്കി. കം എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഉള്ളിൽ വരുന്ന ഒരു രംഗം അത്. കം എന്ന് പറഞ്ഞു. ഒരൊറ്റ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവർ സ്ട്രോങ്, അത്ര എന്താ പറയണ്ട, അത്ര സ്ട്രോങ് ആയിട്ടൊരു ഗാംഭീര്യമായിട്ടൊരു കമാൻഡ് ആയിരുന്നു അത്, സ്വാമിയുടെ ആ ഒരു ശബ്ദത്തില്. ഞാൻ പിന്നെ എന്നെ തന്നെ അങ്ങ് മറന്നു. ഞാൻ എനിക്ക് ചിന്തിക്കാനില്ല. ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഒരൊറ്റ ഓട്ടം ആരൊക്കെ മുമ്പിൽ ഇരിക്കുന്നു, ആരൊക്കെ ഇത്ര 21 ലൈൻ ഇരിക്കുന്നതാണെന്നുള്ള ഒന്നും എനിക്ക് ചിന്തയില്ല. ഒരൊറ്റ ഓട്ടം ആരൊക്കെയോ തട്ടി മറിച്ചിട്ട് ഏതൊക്കെ വഴി കൂടെ ഞാൻ അങ്ങ് ഓടുകയാണ്. ഓടിച്ചെന്ന് ഭഗവാന്റെ പാദത്തിൽ പോയി വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഏങ്ങനടിച്ച് വലിയ വായിലെ കരയാ. ഇപ്പോഴത് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, വലിയ വായിലെ കരഞ്ഞുണ്ട്. കാരണം നമുക്ക് ഭഗവാനെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ സ്വന്തം ഈശ്വരനെ നമ്മൾ നേരി കാണുന്നത് പോലെ കണ്ടപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ പാദത്തിൽ വീണു. എത്ര സമയം കിടന്നു എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ ടൈമും സ്പേസും നമുക്ക് ചില സമയത്ത് അളക്കാൻ കഴിയില്ല. മഹാഭാരത യുദ്ധത്തില് അർജുനന് ശ്രീകൃഷ്ണസ്വാമി വിശ്വരൂപം കാണിച്ചു കൊടുത്തു, ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കാറുണ്ട്. ഇത് വലിയ 2 സേനയിൽ നിൽക്കുമ്പോൾ അത് ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിചാരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ആ ഒരു കുഞ്ഞു സമയത്ത് കൊണ്ട് എന്ത് വാക്കാം, എത്രയോ കാലം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുഞ്ഞു സമയമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന പോലെ എത്രയോ കാര്യങ്ങൾ. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. ടൈമും ഇല്ല, സ്പേസും ഇല്ല.
ഞാൻ പോയി, എനിക്കിങ്ങനെ ഹൃദയം ഇങ്ങനെ എന്താ പറയാ, ഹൃദയചക്രമൊക്കെ അങ്ങ് ഓപ്പണായി ഗദ്ഗതം വന്ന് ഇങ്ങനെ നമ്മൾ പൊട്ടിക്കരഞ്ഞ് രോമാഞ്ചം വന്നിങ്ങനെ ഞാൻ ആ പാദത്തിൽ കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. 2 പാദം ഞാൻ ഇറുക്കി കെട്ടിപ്പിടിച്ചു, വേറെ ആശ്രയം ഇല്ലാത്തുള്ള രീതിയിൽ. അത് അപ്പൊക്ക് ആ സമയത്തിലൂടെ പറഞ്ഞു ഇങ്ങനെ 2 മുളര് മാത്രം എന്നിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ മോളുടെ കയ്യിൽ നിന്ന് ആ മുഷിഞ്ഞ പേപ്പർ സ്വാമി ആദ്യം വാങ്ങിച്ചു. കാരണം അപ്പോഴും സ്വാമി കുഞ്ഞുങ്ങളോട് അവര് നിരാശരാകാതെ അവളിങ്ങനെ കൈ പൊക്കി നിൽക്കുകയായിരുന്നു. കാരണം എല്ലാവരും കത്ത് കൊടുക്കുന്നു, എല്ലാവരും പേപ്പർ കൊടുക്കുന്നു. അപ്പൊ ആ കൊച്ചു മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വാമിയുടെ ആ ഒരു ഉദ്ദേശം അതാണ്. ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആദ്യം പേപ്പർ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ഗിവ് മീ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ചു. അപ്പോഴും ഞാനിങ്ങനെ എനിക്ക് ആനന്ദം കൊണ്ട് വയ്യ, എന്താ ചെയ്യേണ്ടത്, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സ്വാമി വളരെയായിട്ട് എന്നെ ഒന്ന് പുഞ്ചിരിച്ചു, എന്നെ വളരെ പുഞ്ചിരിച്ച് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ ഒന്നും കൂടി ഒന്ന് തല നോഡ് ചെയ്ത് പതുക്കെ ഭഗവാൻ മുന്നോട്ടങ്ങ് പോയി. ഇപ്പോഴും ഇന്നും വർഷങ്ങൾ 42 വർഷം കഴിഞ്ഞിട്ടും ഇന്നും എനിക്കത് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു അനുഭവം തന്നെയാണത്. ദർശനം, സ്പർശനം, ഭാഷണം, അത് 3ഉം എന്റെ സ്വാമി എനിക്ക് 83 തന്നതാണ്. അതൊരു ഭയങ്കര ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഭഗവാൻ മുന്നോട്ടങ്ങ് നീങ്ങി. ഉടനെ വോളണ്ടിയർമാർ വന്നു, അവരുടെ കൂടെ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് അവര് ബഹളം തുടങ്ങി. പക്ഷെ പിന്നീടാണ് ഞാൻ എന്താണ് ഭഗവാൻ എന്ന് പോലും അറിയുന്നത്. കാരണം പ്രൊഫസർ കസ്തൂരിയുടെ സത്യം ശിവം സുന്ദരം 4 വോളിയൊക്കെ പിന്നീടാണ് ഞാൻ വായിക്കുന്നത്. പിന്നീടാണ് വായിക്കുമ്പോഴാണ് എന്താണ് ഭഗവാന്റെ ഉദ്ദേശം, ഭഗവാൻ ആരാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാവുന്നത് സത്യം ശിവസുന്ദരം വായിച്ച ശേഷമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഒരാഴ്ച എന്നിട്ട് കരയിച്ചത്, എന്നിട്ട് ബുദ്ധിമുട്ടിച്ചത്, മൈ ഈഗോ ഫ്രം ദ ഫുട്ബോൾ സൈസ് ടു എ പീ സൈസ്, ഒരു വലിയ ഫുട്ബോളിന്റെ സൈസിൽ നിന്ന് ഒരു കുഞ്ഞ് പയറുമണിയുടെ സൈസിലേക്ക് എന്റെ ഈഗോ, എന്റെ ജന്മാന്തര ശാപപാപദോഷം, ഈ ജന്മത്തെ ശാപപാപദോഷം എല്ലാം ഒരു കുഞ്ഞു പയർമണിയായിട്ട് ഭഗവാൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പുസ്തകം വായിച്ചതോട് കൂടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ ഞാൻ മാറിപ്പോയി. എന്താണ് മനുഷ്യന്റെ ഒരു ജീവിത ലക്ഷ്യം, എന്തിനാണ് നമ്മൾ ജനിക്കുന്നത്, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു മനുഷ്യനായി ജനിക്കുന്നത് എന്തിനാണ് എന്നുള്ളതെല്ലാം ഭഗവാൻ ആ ഒരു കുഞ്ഞു സമയം കൊണ്ട് എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. എല്ലാവർക്കും സായിറാം. ഭഗവാന്റെ പാദങ്ങളിൽ കോടി പ്രണാമം. നമസ്തേ. സായിറാം. So nice. వీడియో ఆఫ్ చేయదు. మనం నిరంతరం కూడా హ్యాపీగానే ఉండాలి. We have to be happy all the time. ఏదో కొన్ని కష్టములు నష్టములు భౌతికమైనటువంటి సంభవిస్తుంటాయి. Difficulties and worries come in between. ఆ సంభవించినంత మాత్రమున మనము దీనికి కష్టమని భావించకూడదు. Because of these problems and worries we should not ఈ కష్టములకు మనం విచారించకూడదు. We should not worry too much. ఇది ఆనందమును అందించేటువంటి ప్రథమ సోపానము అని విశ్వసించాలి. In fact, it is a step that leads you to success and happiness. పాండవులు 14 సంవత్సరముల కష్టములు అనుభవించటం చేతనే Pandavas spent 14 years in exile. కట్టగడపటికి కృష్ణుడు వారి వెంట జంట ఇంట ఉంటుండి వారిని విజయవంతం గావించాడు. For that reason Krishna was always with them, in them, around them, above them, below them, and conferred success. ఆ కష్టములందు కూడాను దైవం యొక్క సహాయము ఎంతైనా ఉంటుంటది. In times of difficulties God will stand behind you and help you. కనుక ఆనాటి పాండవులంతా కూడాను ఫస్ట్ గాడ్, Pandavas considered God in the first place. నెక్స్ట్ వరల్డ్, Next comes the world, థర్డ్ ఐ and third eye అని వారు దాన్ని వారు వెనుక పెట్టుకున్నారు. In fact, they kept this eye at the ఫస్ట్ end. గాడ్, God comes first. ముందు భగవంతుని పెట్టుకొని Keep God ప్రపంచమును first. వెనుక పెట్టుకొని నేను అనేటువంటి అహంకారాన్ని మరింత వెనుకకు పెట్టారు. Keeping God in the first place, they kept behind I, the ego. కానీ కౌరవులు చేసినటువంటి పని ఏమిటి? What is that Kauravas did? ఫస్ట్ ఐ, They kept I in the Next first world. place. Next world. లాస్ట్ గాడ్. And they kept God at the end, last. కనుకనే భగవంతుని వెనుకకు పెట్టారు.
They kept God at the end. కనుకనే వారు అపజయాన్ని పొందారు. Therefore they lost the battle. ఆనందమును ఏమాత్రం వెతికినా చిక్కలేదు. They never experienced happiness nor success. దైవత్వాన్ని సమీపంగా చేసుకున్నటువంటి వానికి ఆనందం ఎప్పుడు కూడా నిండి ఉంటాది. The one who is close to God experiences him will be మనం ప్రతి blissful. వ్యక్తిని కూడా గౌరవించాలి. We have to respect every person. ఆ గౌరవించిన సమయంలోనే మనకు తిరిగి ఆ గౌరవము రెండింతలుగా మనకు వెనుక తిరుగుతుంది. When you respect others, you will be respected in turn. ഭജന പാടിക്കോളൂ രമ. साई भजन बिना सुख शांति नहीं, हरि नाम बिना आनंद नहीं, प्रेम भक्ति बिना उद्धार नहीं, गुरु सेवा बिना निर्वाण नहीं, साई भजन बिना सुख शांति नहीं, जब ध्यान बिना संयोग नहीं, प्रभु दर्श बिना प्रज्ञान नहीं, दया धर्म बिना सत्कर्म नहीं, भगवान बिना कोई अपन नहीं, साई नाथ बिना परमात्मा नहीं, साई नाथ बिना परमात्मा नहीं, साई भजन बिना सुख शांति नहीं. साई राम. സായിരാം. വീഡിയോ ഓഫ് ചെയ്തോളൂ. സായി ഉപമ. ഈശ്വരന്റെ അനുഗ്രഹം സമുദ്രം പോലെ അതിവിസ്തൃതവും അനന്തവുമാണ്. നിങ്ങളുടെ സാധന, ജപം, ധ്യാനം, സൽഗുണങ്ങൾ എന്നിവയിലൂടെ അനുഗ്രഹം സത്യമാകുന്ന മേഘമായി പരിണമിക്കുന്നു. അത് മനുഷ്യരുടെ മേൽ പ്രേമവർഷമായി പതിക്കുന്നു. പ്രേമധാര ഒന്നായി ഒഴുകി ആനന്ദപ്രളയമായി തീരുന്നു. അത് വീണ്ടും ഈശ്വരാനുഗ്രഹമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നു. മനുഷ്യവർഗത്തെ പ്രേമം ആലിംഗനം ചെയ്യുമ്പോൾ അത് ദയ എന്ന് വിളിക്കപ്പെടുന്നു. ഈ ദയ സഹതാപം, അനുതാപം എന്നിവയായി തീരുന്നു. ഈ സഹതാപവും അനുതാപവും അപരന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും സങ്കടത്തിൽ സങ്കടപ്പെടുവാനും ഒരാളെ പ്രാപ്തിയാക്കുന്നു. ജയ് സായിരാം. സായിരാം ശാന്തി മന്ത്രം പറയണ്ടേ? പറയും മാഷേ. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. साई राम.